അങ്ങനെ ചർച്ചകളും സംവാദങ്ങളും വിവാദങ്ങളും എല്ലാം അവസാനിച്ചു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുകയും ചെയ്തു. അവിടേക്ക് അദ്ദേഹത്തിൻ്റെ കൂടി വിശ്വസ്തനായ സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചുവടുവെപ്പുകളിലെല്ലാം അക്രമ രാഷ്ട്രീയം പാടില്ല എന്ന് നിരവധി തവണ ശബ്ദമുയർത്തിയിട്ടുള്ള നേതാവാണ് സണ്ണി ജോസഫ്. സാധാരണക്കാരോട് ഇടപെട്ടും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമാർന്ന മണ്ഡലത്തെ പിടിച്ചെടുത്ത് KK ശൈലജയെ പോലെ ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ പരാജയപ്പെടുത്തി വിജയിച്ചു വന്ന നേതാവാണ് സണ്ണി ജോസഫ്. അങ്ങനെ പ്രത്യേകതകളും കരുത്തും ഏറെയുണ്ട് സണ്ണി ജോസഫിനെ സംബന്ധിച്ച്. ആ സണ്ണി ജോസഫിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. KPCC സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ ആ സ്ഥാനം ഒഴിയുമ്പോൾ അവിടേക്ക് സണ്ണി ജോസഫ് തന്നെ അധ്യക്ഷനായി വരണമെന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെയും സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കന്മാരെയും വിവരമറിയിച്ചപ്പോൾ സണ്ണി ജോസഫ് എന്ന പേരിലേക്ക് അവസാന വട്ടത്തേക്ക് അടിയുറച്ച് നിൽക്കുകയായിരുന്നു ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും. നിലവിലത്തെ സാഹചര്യത്തിൽ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകളെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന നേതാവായിരിക്കണം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടത് എന്ന് ദീവാദാസ് മുൻഷി അടക്കമുള്ള ചില നേതാക്കന്മാരൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആന്റോ ആന്റണിയുടെ പേര് വന്നെങ്കിൽ പോലും പിന്നീട് ഒരു അവസാനവട്ട ചർച്ചയിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സണ്ണി ജോസഫിലേക്ക് പേര് ചെന്നെത്തിയത്. ഇനി ഇന്ന് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന മുതിർന്ന നേതാവായ AK ആന്റണിയെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം സണ്ണി ജോസഫിനെ പറ്റി പറഞ്ഞത് വളരെ വ്യത്യസ്തമാർന്ന ചില കാര്യങ്ങളാണ്. ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപായി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ കണ്ട് പുതിയ KPCC നേതൃത്വം, അതിൽ ഏറ്റവും പ്രധാനം സണ്ണി ജോസഫിന്റെ സന്ദർശനമായിരുന്നു. നിയുക്ത അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, UDF കൺവീനറായ അടൂർ പ്രകാശ് എന്നിവരാണ് AK ആന്റണിയുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയത്. UDFിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയിണക്കാൻ കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് മികച്ച വിജയം നേടാനാകുമെന്ന് AK ആന്റണി പറഞ്ഞത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അർത്ഥം നിലവിലത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള UDF മുന്നണിയിൽ നിൽക്കുന്ന പല ഘടകകക്ഷികൾ, പല ജാതീയ മത വിഭാഗങ്ങളിൽപ്പെട്ടവർ, അവരെയെല്ലാം ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന സൗമ്യമായ ഒരു രീതിയും സ്വഭാവവും സണ്ണി ജോസഫിനുണ്ട് എങ്കിൽ തീർച്ചയായും സണ്ണി ജോസഫിന് ഈ പാർട്ടിയെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുമെന്നാണ് AK ആന്റണി പറഞ്ഞു വെക്കുന്നത്. അതായത് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി എന്ന ക്രൈസ്തവ രാഷ്ട്രീയ നേതാവ് എല്ലാ മതസ്ഥരെയും ചേർത്ത് നിർത്തി മുൻപോട്ട് പോയത്, അതുപോലെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോകാൻ സണ്ണി ജോസഫിനും സാധിക്കണമെന്ന് സാരം. താൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തീരദേശ മലയോര ജനങ്ങളാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായൊരു മലയോര കർഷകന്റെ പുത്രൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നും AK ആന്റണി പറഞ്ഞു വെക്കുന്നതോടുകൂടി മലയോര തീരദേശ പ്രദേശത്തെ വോട്ടുകൾ കൃത്യമായി പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്ത് സണ്ണി ജോസഫിനുണ്ട് എന്ന് സാരം. കേരളമെമ്പാടും മലയോര മേഖലയിലെ ജനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ സണ്ണി ജോസഫിന്റെ നിയമനം അവർക്ക് കൂടുതൽ കരുത്ത് നൽകുമെന്നും AK ആന്റണി പറഞ്ഞു വെക്കുന്നതോടുകൂടി അതിന് കൂടുതൽ അടിവരയിടുകയാണ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വെച്ചാണ് സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനമേറ്റത്. കെ സുധാകരൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറി. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും K കരുണാകരന്റെയും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം നിയുക്ത അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കപ്പെട്ട AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവർ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. നിലവിലെ UDF കൺവീനറായ MM ഹസൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരെയാണ് പദവിയിൽ നിന്ന് ഒഴിവാക്കിയത്. പകരമാണ് പുതിയ നേതൃത്വം. KPCC നേതൃമാറ്റത്തെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമാണ് നിലനിന്നിരുന്നത്. നിലവിലെ പ്രസിഡന്റ് K സുധാകരൻ താൻ മാറില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മറ്റും രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അഭിപ്രായങ്ങൾ നേടിയിരുന്നു. നേതൃമാറ്റത്തിനെതിരെ K സുധാകരൻ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് രാഹുലിന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായത്. ഏതായാലും പുതിയ അധ്യക്ഷൻ ആ സ്ഥാനം അലങ്കരിക്കുവാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയെന്ന് വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അതിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന സെമി ഫൈനലിലേക്കും പിടിച്ചുയർത്തുവാനുള്ള കരുത്ത് അദ്ദേഹത്തിന്റെ കരങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ഇനിയും ഏറെ നാളുകൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിനധികം നാളുകളില്ല. ആ കരങ്ങൾക്ക് എത്രയും വേഗം കരുത്ത് ആർജിച്ചേ മതിയാകൂ. ആ കരുത്താണ് ഇനി കോൺഗ്രസ് എന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ UDF എന്ന മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുവാൻ പോകുന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെയും കരുത്തായി മാറാൻ പോകുന്നത്.